ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ PSC ബുള്ളറ്റിൽ പരാമർശിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ 2024 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ചില ഫാക്റ്റുകൾ നോക്കാം. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്നും വിരമിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്ട്, മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലതയാണ്. ദൂരദർശൻ ചാനലിലാണ് ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ, മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ പ്രവർത്തിച്ചത്. ദെൻ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിക നിയമിതനായി. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിക. ദെൻ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ പുതിയ സ്ഥിരാംഗങ്ങളായി ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതൊക്കെയാണ് ബ്രിക്സിലെ പുതിയ സ്ഥിരാംഗങ്ങൾ? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അടുത്ത ഫാക്ടർ, ദേശീയ നിയമ സഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി BR ഗവായി നിയമിക്കപ്പെട്ടു. ദേശീയ നിയമ സഹായ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് സുപ്രീം കോടതി ജഡ്ജി BR ഗവായി. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേര് സമർ. പഠിച്ചു വെച്ചോ, ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കും. ഇന്ത്യ തദ്ദേശീയമായി അഥവാ ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വ്യോമ കവച മിസൈൽ സംവിധാനത്തിന്റെ പേര് സമർ എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച യുദ്ധക്കപ്പലിന്റെ പേര് INS ഇംഫാൽ. അപ്പൊ യുദ്ധക്കപ്പലിന്റെ പേര് INS ഇംഫാൽ. പ്രത്യേകത, ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചതാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ ബുദ്ധി അഥവാ AI, ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അഥവാ AI പ്ലാറ്റ്ഫോം ആണ് കൃത്രിം. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ ബഹുഭാഷാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ പേര്, പ്ലാറ്റ്ഫോമിന്റെ പേര് കൃത്രിമാണ് കേട്ടോ, കൃത്രിം. ദെൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. അപ്പോൾ റേഷൻ കടകളിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സുജലം. ഇത് ആരുടെയൊക്കെ സഹകരണത്തിലാണ്? റേഷൻ കട ആകുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കീഴിലായിരിക്കും, ആഭിമുഖ്യത്തിലായിരിക്കും. ദെൻ വെള്ളം വിതരണം ചെയ്യണമെങ്കിൽ ആര് കൂടി വേണം? ജലവിഭവ വകുപ്പിന്റെ സഹകരണം കൂടി വേണം. അപ്പൊ ഈ രണ്ട് വകുപ്പുകളുടെയും സഹകരണത്തോടെ റേഷൻ സ്റ്റോറിൽ നിന്നും വെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സുജലം. ഇനി അടുത്തൊരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുൻകഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ശ്രദ്ധിക്കുക, 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ആരാണ് ഏർപ്പെടുത്തുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. അപ്പൊ 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കവി PN ഗോപികൃഷ്ണനാണ്. ഏത് കവിതയ്ക്കാണ്? കവിത മാംസഭോജിയാണ് എന്ന കവിതയ്ക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഫാക്റ്റുകൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ 2024 അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിനുശേഷം 2024 സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
ഏവർക്കും വിജയാശംസകൾ. നന്ദി.